പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. കുസൃതി കുട്ടികളായ ഞങ്ങൾക്ക് പ്രധാന അധ്യാപകൻ ഒരിക്കൽ തന്ന ചിന്ത ഇതായിരുന്നു: നിങ്ങൾക്കൊരു മനുഷ്യനായി ജീവിക്കുവാനെങ്കിലും പരിശ്രമിച്ചുകൂടെ? മനുഷ്യനായി തീരാൻ മനുഷ്യരാരാണെന്നറിയണമല്ലോ. ആ അന്വേഷണമാണ് മനുഷ്യൻ എന്ന വാക്കിൻ്റെ പര്യായമായി തീർന്ന ക്രിസ്തുവിൽ എത്തിച്ചേർന്നത്. ക്രിസ്തുവിൻ്റെ മാതൃക മനുഷ്യരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്വർഗസുഖങ്ങളെ മുറുകെ പിടിക്കാതെ ദാസനായി തീർന്ന് അവരുടെ പക്ഷം പറ്റിയവൻ. ദാസനായ മനുഷ്യനെ ആർ പിൻപറ്റാൻ? ഒരു പക്ഷേങ്കിൽ യോഹന്നാൻ്റെ വീക്ഷണം കൂടി ശ്രദ്ധിച്ചാൽ ഈ മനുഷ്യനെ പിൻപറ്റുവാൻ കുറേ കൂടെ ആഗ്രഹം ഉണ്ടായേക്കാം. യോഹന്നാൻ പറയുന്നത് ഇവൻ ദൈവവുമായിരുന്നു, നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കാം മനുഷ്യപുത്രനെന്നും ദൈവപുത്രനെന്നും ഒരുപോലെ അവനെപ്പറ്റി പറയുന്നത്. ക്രിസ്തുവിനെ പോലെ ദാസനും ദൈവവുമായ മനുഷ്യരായി മാറുന്നതിനോട് വിയോജിപ്പുള്ള ഒരു കാലഘട്ടത്തിൻ്റെ വക്താക്കളാണ് നാം എന്നുള്ളതിൽ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ നീയൊരു ദൈവികനായി തീരുന്നു എന്നുള്ള പഠിപ്പിക്കൽ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രധാന അധ്യാപകൻ തന്ന മനുഷ്യനാകുവാനുള്ള ആഹ്വാനം ക്രിസ്തുവെന്ന ദാസനിലൂടെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ദൈവികാനുഭൂതിയിലേക്കുള്ള വളർച്ചയാണെന്നുള്ള ബോധം സർവജനത്തിനുമുള്ള മഹാസന്തോഷമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമ്മെ അത്തരത്തിലുള്ള ഒരു മനുഷ്യനാകുവാനുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ പേരാണ് ക്രിസ്മസ്. പ്രിയരെ, നമ്മെ ക്രിസ്തു പോലെ മനുഷ്യനാകുവാൻ ഈ ക്രിസ്മസ് ക്ഷണിക്കുന്നു എന്നുള്ളതാകട്ടെ മനുഷ്യനാകുവാനുള്ള നമ്മുടെ പ്രേരകശക്തി. ക്രിസ്തു പോലെ മനുഷ്യനായി തീർന്നാൽ നിങ്ങൾ ദൈവികനായി തീരുന്നു എന്നതത്രേ ക്രിസ്തു സംഭവം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദാസവേഷം പൂണ്ട ക്രിസ്തുവിൻ്റെ പക്ഷം പിൻപറ്റുവാൻ നമ്മൾക്കിടയാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹപൂർവം, ഫാദർ ജേക്കബ് ജോസഫ്.